ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് ബീഫ് കപ്സിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട് വന്നത്. പക്ഷേ തട്ടിക്കൂട്ടാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കുക്കറിൽ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഓൾ സ്പൈസസ് ആണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ചെറിയ 2 സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം. ഓവറായിട്ട് ഗോൾഡൻ കളർ ആവുന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ജാറിൽ കുറച്ച് വലിയ വെളുത്തുള്ളി, പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, പിന്നെ ഒരു 1-1.5 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകമാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ടൊമാറ്റോ പേസ്റ്റ്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ തക്കാളി പേസ്റ്റ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. അത് നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എണ്ണ തെളിയണം കേട്ടോ. എണ്ണ തെളിയോളം ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കപ്സ മസാല, കുരുമുളക് പൊടി ഇതാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി എടുക്കുമ്പോൾ കുറച്ച് കളറുള്ള നമ്മൾ കാശ്മീരി ചില്ലിയൊക്കെ ഉണ്ടല്ലോ, അതെടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. സാധാ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്കനാരങ്ങ, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ഒരു 1/2 കിലോൻ്റെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല നെയ്യോട് കൂടിയ ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ കുറച്ച് ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എങ്ങനെ നിങ്ങളനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 2 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് വെള്ളം നമ്മളെ ബീഫിൽ നിന്ന് ഇറങ്ങും. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക, അരി ഇട്ട് കൊടുക്കുക. പക്ഷേ ഇത് ബീഫ് നമുക്ക് കുറച്ച് വേവ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ബീഫ് വേവോളം വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു 3-4 വിസിലടിച്ച് ആയപ്പോഴത്തേനും ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഈ ബീഫിലോട്ട് തന്നെ നമ്മുടെ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണിത്. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഇത് ഫുള്ളിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ 1 വിസിലുമാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇത് വിസിൽ കഴിഞ്ഞ പാടെ തുറക്കരുത്. ഇതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ റൈസ് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റ് വേവാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് ചെറിയ ഇതുപോലെ നനവ് ഫീൽ ചെയ്യും. അത് ആ ചൂടൊടുക്കാനായിട്ടാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് ആറിക്കഴിഞ്ഞാൽ കറക്റ്റ് റൈസ് പാകമായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കപ്സിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൽ സ്കിപ്പ് ചെയ്യാത്തത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ നമ്മുടെ മാഗി ക്യൂബും അതേപോലെ ഉണക്കനാരങ്ങ, കപ്സപ്പൊടി, ഇത് 3 എന്തായാലും ചേർത്ത് കൊടുക്കുക. അല്ലാത്ത നമ്മളെ ക്യാപ്സിക്കനൊക്കെ ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് തട്ടിക്കൂട്ടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റൈസ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.